നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഗർഭാവസ്ഥയിലെ സങ്കീർണതകളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചുമാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. ഹൈ റിസ്ക് പ്രഗ്നൻസിയെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ധന്യ ജി കൃഷ്ണനാണ്. തിരുവനന്തപുരം വിദുര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് ഡോക്ടർ. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എന്താണ് ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി? ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഗർഭത്തിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും സ്ത്രീകൾക്ക് അസുഖങ്ങൾ ഉള്ള ഒരു സ്ത്രീ ഗർഭിണിയാകുകയാണെങ്കിലോ അല്ലെങ്കിൽ ഗർഭകാലത്ത് എന്തെങ്കിലും അതിസങ്കീർണതകൾ വരികയാണെങ്കിലോ അതിന് നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയപ്പെടും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു രക്താതിസമ്മർദ്ദമുള്ള ഒരു സ്ത്രീയാണ് ഗർഭിണിയാകുന്നതെങ്കിൽ അതിന് നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയും. പല ഘടകങ്ങളും ഒരു ഗർഭത്തെ സങ്കീർണതയുള്ളതാക്കുന്നു. ഉദാഹരണത്തിന് ഒരു സ്ത്രീയുടെ പല ഘടകങ്ങൾ, ഉയരം 140 സെന്റിമീറ്ററിന് താഴെ ഉയരമുള്ള സ്ത്രീയെ നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് അങ്ങനെയുള്ള ഒരു ഗർഭത്തെ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ള സ്ത്രീകളാണെങ്കിൽ പ്രഷറോ പ്രമേഹമോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ വൃക്ക സംബന്ധമായ അസുഖങ്ങളോ അപസ്മാരം, ആസ്മ ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ ഗർഭിണികളാകുമ്പോൾ അവരെ നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ ഉൾപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് അവർക്ക് വേറെ സങ്കീർണതകൾ ഉടലെടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഈ പ്രമേഹവും രക്താതിസമ്മർദ്ദവും എല്ലാം 5 മാസം കഴിഞ്ഞ് ഒരു സ്ത്രീയിൽ പെട്ടെന്ന്, ഒരു ഗർഭിണിയിൽ പെട്ടെന്ന് ഉണ്ടാകാം. അങ്ങനെയുള്ളപ്പോഴും അത് സങ്കീർണതകൾ ഉണ്ടാക്കുന്നു. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഗർഭാവസ്ഥയിലെ സങ്കീർണതകളെക്കുറിച്ചും അതിലെ അപകട സാധ്യതകളെക്കുറിച്ചുമാണ് ഇന്ന് ഹലോ ഡോക്ടർ എന്തായാലും പരിശോധിക്കുന്നത്. തുടരാം ഡോക്ടർ. അതെ, അതായത് സാധാരണയായി നമ്മൾ ഒരു ഗർഭം അവസ്ഥ എന്ന് പറയുന്നത് നോർമലായിട്ടാണ് സാധാരണ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ പല കാര്യങ്ങൾ കൊണ്ടും ഗർഭാവസ്ഥ സങ്കീർണമാകാം. അതിന് നമ്മൾ ആദ്യമായി ഒരു സ്ത്രീയുടെ ഘടന, അതായത് നീളം, വണ്ണം, ഇതെല്ലാം ഒരു ഗർഭാവസ്ഥ സങ്കീർണമാക്കുന്നതിന് കാര്യമാകുന്നു. ഉദാഹരണത്തിന് ഒരു സ്ത്രീക്ക് 140 സെന്റിമീറ്റർ താഴെ ആണ് നീളമെങ്കിൽ അതൊരു പ്രസവ സമയത്ത് സങ്കീർണതകൾ ഉണ്ടാക്കാൻ ആകുന്ന ഒരു നീളക്കുറവാണ്. അതുപോലെ തന്നെ അമിതവണ്ണം അല്ലെങ്കിൽ വണ്ണക്കുറവ്, ഇതെല്ലാം ഒരു ഗർഭാവസ്ഥയെ സങ്കീർണമാക്കാം. അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് ഓൾറെഡി നേരത്തെ അസുഖങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് രക്താതിസമ്മർദ്ദം, പ്രമേഹം, കിഡ്നിയുടെ അസുഖം അല്ലെങ്കിൽ SLE, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അപസ്മാരം, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഓൾറെഡി ഉള്ള ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ അവർക്ക് സാധാരണ ഉള്ള സ്ത്രീകളെക്കാളും സങ്കീർണതകൾ കുറച്ച് കൂടുതലാണ്, അപകട സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഗർഭാവസ്ഥയിലും സങ്കീർണതകൾ ഉടലെടുക്കാം. ഈ പറഞ്ഞതുപോലെ പ്രമേഹം പിന്നീട് ഉടൻ തന്നെ ഒരു 5 മാസം കഴിയുമ്പോൾ ഒരു സ്ത്രീക്ക് വരാം. അതേപോലെ തന്നെ പ്രഷർ, രക്താതിസമ്മർദ്ദവും ഒരു സ്ത്രീക്ക് ഗർഭാവസ്ഥയിൽ വരാം. അതുപോലെ മറുപിള്ളയുടെ സ്ഥാനം താഴെയാകുക എന്നൊക്കെ പറയുന്നത് സങ്കീർണതകളാണ് ഗർഭാവസ്ഥയിൽ വരുന്നത്. നമ്മൾ എന്തിനാണ് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ ഭയപ്പെടുത്താനല്ല, അപ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധ അവരിൽ അർപ്പിക്കാം. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുക, ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്ലറ്റ്സ്, അതും ഒരു സങ്കീർണ അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സ്ത്രീകളെ കൂടുതൽ ശ്രദ്ധിക്കുകയും കൂടുതൽ കെയർ അവർക്ക് ഗർഭാവസ്ഥയിൽ നൽകുകയും ഡെലിവറിയുടെ സമയത്ത് നമ്മൾ എക്സ്ട്രാ കെയർ എടുക്കേണ്ടി വരും. അതിനാണ് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, ഈ ഗർഭകാലയളവിൽ എന്തെല്ലാം പ്രശ്നങ്ങളെയാണ് പ്രധാനമായിട്ടും കരുതിയിരിക്കേണ്ടത്? കേരളത്തിലൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ റെഗുലറായിട്ട് ഡോക്ടർമാരെ കാണും. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യവും ഒരു സ്ത്രീ വരുമ്പോൾ ഒരു പ്ലാൻ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻസിക്ക് വേണ്ടി നേരത്തെ തയ്യാറെടുക്കുന്നു. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോർമലായിരിക്കുക, ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ തന്നെ ഒരു 3 മാസമൊക്കെ എല്ലാം നോർമലായിരിക്കുന്ന ഒരു സ്ത്രീ ഗർഭിണിയാകുന്നതാണ് പ്ലാൻ പ്രഗ്നൻസി. അൺപ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും അറിയാതെ ഉടൻ തന്നെ കല്യാണം കഴിച്ചു ഉടൻ തന്നെ ഗർഭിണിയാകുക, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഗർഭിണിയാകുക. അപ്പോഴാണ് ഈ സങ്കീർണതകൾ എല്ലാം പലപ്പോഴും ഉടലെടുക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ തന്നെ ഒരു ഡോക്ടറെ കണ്ട് എല്ലാത്തിനും റെഡിയായിട്ട് ഗർഭിണിയാകുന്നതാണ് ഏറ്റവും നല്ലത്. സങ്കീർണതകളുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ ഷുഗർ, ഡയബറ്റീസിന്റെ അസുഖമുള്ളവരാണെങ്കിൽ അത് നോർമൽ ആയിരിക്കുന്ന സമയത്ത് ഗർഭിണിയാകുന്നതാണ് ഏറ്റവും അഭികാമ്യം. അപ്പൊ നമ്മൾ ഗർഭസ്ഥ സമയത്ത് ആദ്യം ഒരു ഗർഭിണി വരുമ്പോൾ തന്നെ അവരുടെ എല്ലാം ഹൈറ്റ്, വെയിറ്റ്, പ്രഷർ, ഷുഗർ, കുടുംബത്ത് ഷുഗർ ഉണ്ടെങ്കിൽ തന്നെ അതൊരു സങ്കീർണതയാണ്.
അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഷുഗർ എല്ലാം നോക്കി നോർമലാണോ നോക്കും. പിന്നെ ഓരോ വിസിറ്റിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാം നോക്കണം. നമ്മൾ കരുതിയിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉള്ള ഒരാൾക്ക് പ്രഷർ ഡെവലപ്പ് ചെയ്യാനും ഷുഗർ ഡെവലപ്പ് ചെയ്യാനും എല്ലാം സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അമിതവണ്ണമുള്ളവർക്ക് ഈ പറഞ്ഞ അതിസങ്കീർണതകൾ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം കരുതിയിരിക്കുക. അപ്പൊ ഓരോ വിസിറ്റിലും നമ്മൾ ചെല്ലുമ്പോൾ ഡോക്ടർ ഇതൊക്കെയാണ് നോക്കുന്നത്. പ്രഷർ വരുന്നുണ്ടോ, അല്ലെങ്കിൽ വെയിറ്റ് അമിതമായി കൂടുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പ്രഷറൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സൂചനകളാണ്. പിന്നെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നമ്മൾ നോക്കുക. പ്രഷർ ഷുഗർ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ കരുതിയിരിക്കണം. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, ഈ ഗർഭിണികൾ തുടക്കം മുതലേ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാരണങ്ങളാണ്? ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി സാഹചര്യങ്ങളിൽ എടുക്കേണ്ട മുൻകരുതലുകൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വ്യക്തമാക്കാമോ? അതോടൊപ്പം തന്നെ ഈ ഗർഭകാലയളവിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളുണ്ടല്ലോ, അതിനെയൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഈ ഷുഗർ, BP തുടങ്ങിയ രോഗങ്ങൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഗർഭാവസ്ഥയിൽ വരികയാണെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്? സാധാരണയായി ചില രക്താതിസമ്മർദ്ദമൊക്കെ ഓൾറെഡി ഉള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ പിന്നെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ ആദ്യമേ ഉള്ളവരാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് അവർ കഴിക്കുന്ന മരുന്നുകൾ ഗർഭാവസ്ഥയിൽ കഴിക്കാൻ പറ്റിയ മരുന്നുകളാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ അതിന് പറ്റിയ മരുന്നുകൾ നമ്മൾ കൊടുക്കുക. പിന്നെ അവരുടെ അടുത്ത് നേരത്തെ പ്രഷറുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് അല്പം ഉപ്പൊക്കെ കുറയ്ക്കാൻ പറയാം. പക്ഷെ അല്ലാത്ത ഒരാൾക്ക് ഉപ്പ് കുറച്ചുകൊണ്ട് കൂടുതൽ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പിന്നീട് ഓരോ പ്രാവശ്യവും നമ്മൾ അവർ വിസിറ്റ് ചെയ്യുമ്പോൾ BP നോക്കുക. 140-90 കുറഞ്ഞ ഒരു BP നമ്മൾ നിർത്തണം. പിന്നെ സാധാരണയായി ഇപ്പോൾ BP ഉള്ള ഒരു ഗർഭിണി വരുമ്പോൾ അവർക്കെല്ലാം വീട്ടിൽ BP റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ 140-90 മുകളിലൊക്കെ വരികയാണെങ്കിൽ നമ്മളെ വന്ന് കാണാൻ നമ്മൾ പറയും. ഇനി സാധാരണ ഓരോ വിസിറ്റിലും വരുമ്പോൾ 20 ആഴ്ച കഴിഞ്ഞൊരു BP ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും ഇതേപോലത്തെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് തലവേദന, ബ്ലീഡിങ്, അല്ലെങ്കിൽ വയറുവേദന, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ വന്ന് കാണാൻ പറയും. അതേപോലെ തന്നെ ഓൾറെഡി പ്രമേഹം ഉള്ളവരാണെങ്കിൽ നമ്മൾ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറ്റിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ നമ്മൾ പറയും. ഡയറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് പറയും, വ്യായാമം പറഞ്ഞു കൊടുക്കും. ഇതൊന്നും വെച്ച് കൺട്രോൾഡ് അല്ലെങ്കിൽ നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പലപ്പോഴും ഇൻസുലിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അത് നമ്മൾ രക്തത്തിന്റെ ഷുഗറിന്റെ അളവ് അനുസരിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ രക്താതിസമ്മർദ്ദവും പ്രമേഹവും ഉള്ളവർക്കാണെങ്കിൽ. അല്ലാതെ തന്നെ ഉള്ളവർക്ക് ഓരോ പ്രാവശ്യം വരുമ്പോൾ അവർക്ക് നമ്മൾ രക്ത പരിശോധനകൾ നടത്തും. അതിനകത്ത് എന്തെങ്കിലും അബ്നോർമൽ ആണെങ്കിൽ അതനുസരിച്ചുള്ള ചികിത്സകളും ഉപദേശങ്ങളും നമ്മൾ നൽകുന്നതാണ്. ശരി, വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഈ ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണക്രമവും വ്യായാമവും അതോടൊപ്പം തന്നെ ഉറക്കത്തിൻ്റെ സമയവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാര്യങ്ങളിലെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ ഗർഭിണികൾക്ക് ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നൽകാറ്? അതെ, ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ഉറക്കവും വ്യായാമവും ഒക്കെ വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. എന്ന് വെച്ച് ബെഡ് റെസ്റ്റ് നമ്മൾ എല്ലാവർക്കും ഉപദേശിക്കുന്നില്ല. അങ്ങനെ റിസ്ക് ഉള്ളവർക്ക് മാത്രം നമ്മൾ ബെഡ് റെസ്റ്റ് എന്ന് പറയുന്നില്ല. സാധാരണയിൽ കുറഞ്ഞ് കായിക അധ്വാനങ്ങൾ ചെയ്യുക എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗർഭിണി ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കണം. അതുപോലെ തന്നെ രാത്രിയിലാണെങ്കിൽ ഒരു 6-7 മണിക്കൂർ കണ്ടിന്യൂസ് ഉറക്കം കിട്ടുന്നത് പോലെ അവരുടെ സമയം ക്രമീകരിക്കേണ്ടതാണ്. അപ്പം ഒരു രാത്രിയിൽ 6 മുതൽ 7 മണിക്കൂർ വരെയുള്ള ഉറക്കവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ പറ്റണം. വ്യായാമം എന്ന് വെച്ചാൽ വളരെ അധിക വ്യായാമങ്ങളൊന്നും വേണ്ട, നടക്കുന്നതായിട്ടുള്ള എക്സസൈസ് അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ ചെയ്യാവുന്നതാണ്. അത് ചെയ്യുകയും വേണം. റെസ്റ്റ്, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യാറില്ല. അത് ഗുണത്തെക്കാളും ചിലപ്പോൾ ദോഷം വരാം. രക്തം കട്ട പിടിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാക്കാം. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറയാറില്ല. പറയുന്നത് അത്രയ്ക്ക് രൂക്ഷമായി അനങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്കാണ് അങ്ങനെ പറയാറ്. ഭക്ഷണം സാധാരണ ഒരു സ്ത്രീ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ എന്തായാലും കഴിക്കേണ്ടി വരും. ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ അമ്മയിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് കറക്റ്റ് ഭക്ഷണങ്ങൾ, കുറച്ച് കൂടുതൽ കാലറീസ് കഴിക്കേണ്ടി വരും. പക്ഷെ എന്ന് വെച്ച് കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്ട് ചെയ്യണം. പ്രോട്ടീൻസ് കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഇത് പ്രമേഹമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഡയറ്റൊക്കെ നിർദ്ദേശിക്കും. ഒരു ഡയറ്റീഷ്യനെ കണ്ടോ ഡോക്ടർ പറയുന്നത് പോലെയുള്ള ആഹാരക്രമങ്ങൾ
അതേപോലെ ഫോളോ ചെയ്യേണ്ടി വരും. ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ കുട്ടിക്ക് കിട്ടാവുന്ന പ്രോട്ടീൻസിന് വേണ്ടി പ്രോട്ടീൻസ് കൂടുതൽ കിട്ടുന്ന പോലത്തെ ആഹാരങ്ങൾ ക്രമീകരിച്ചെടുക്കുക. ശരി, വ്യക്തമാണ് ഡോക്ടർ. ഈ ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾ ഏതൊക്കെ സമയത്താണ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ വന്ന് കാണേണ്ടത് ഡോക്ടർ? അതെ, നമ്മളിപ്പോൾ ഒരു മിനിമം ഒരു 3 ചെക്കപ്പെങ്കിലും വേണം എന്നാ പറയാം. ആദ്യം ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണണം എന്നാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും നേരത്തെ ഈ പറഞ്ഞതുപോലെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം. റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ഉണ്ടോ എന്നറിയുന്നത് ഈ ഹിസ്റ്ററി ഒക്കെ ചോദിച്ചിട്ടാണ്. അവർക്ക് നേരത്തെ ഗർഭിണി ആയിരുന്നോ, ആ ഗർഭത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതെല്ലാം ചോദിക്കണം. പിന്നെ അവരുടെ ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യണം. അപ്പം ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കാണണം എന്നാണ് നമ്മൾ നിർദ്ദേശിക്കാറ്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യും. ഒരു 6 ആഴ്ചയൊക്കെ ആകുമ്പോൾ ആദ്യത്തെ സ്കാൻ എടുക്കും. അപ്പോൾ തന്നെ നമുക്ക് നല്ല ഗർഭമാണോ, ഗർഭപാത്രത്തിനുള്ളിൽ തന്നെയാണോ ഗർഭം എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അടുത്ത് നമ്മൾ സാധാരണ ഒരു വിസിറ്റ് പറയുന്നത് 11 ആഴ്ചയിലൊക്കെ ആയിരിക്കും. 11 ആഴ്ചയിൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് സ്കാൻ ചെയ്യാനുണ്ട്. അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 11 ആഴ്ച. പിന്നെ ഓരോ മാസം ഇടവിട്ട് നമ്മൾ വരുന്നതാണ് നല്ലത്. അത്യാവശ്യമായി വരേണ്ടത് പിന്നെ 20 ആഴ്ചയിലാണ്. 20 ആഴ്ചയിൽ വരുമ്പോഴും ഇതേപോലെ തന്നെ വൈകല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്കാൻ ചെയ്യേണ്ടി വരും. ബാക്കി ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. പിന്നീട് അങ്ങോട്ട് നമ്മൾ 28 ആഴ്ച, പിന്നെ മാസം തോറും കറക്റ്റായിട്ട് വരണം. 32 ആഴ്ച കഴിഞ്ഞാൽ ആഴ്ച തോറും ഡോക്ടറെ വിസിറ്റ് ചെയ്യേണ്ടി വരും. ഡോക്ടർ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ട്വിൻസ്, ട്രിപ്ലെറ്റ്സ് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫ്രീക്വന്റ് ആയിട്ട് ഡോക്ടറെ കാണേണ്ടി വരും. ഫ്രീക്വന്റ് ആയിട്ട് ചിലപ്പോൾ അൾട്രാസൗണ്ട് എടുക്കാൻ പറഞ്ഞെന്നിരിക്കും. അപ്പൊ അതെല്ലാം ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ റിസ്ക് അസസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഡോക്ടറെ കാണേണ്ട ഇന്റർവെല്ലും ചിലപ്പോൾ കൂടിയെന്നിരിക്കും. കൂടുതൽ പ്രാവശ്യം കാണണം. മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലാണ് നമ്മൾ നിർദ്ദേശിക്കാറ്. ഓരോ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ഹീമോഗ്ലോബിൻ അനീമിയ വരുന്നുണ്ടോ, BP വരുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. വ്യക്തമാണ് ഡോക്ടർ. നേരത്തെ ഡോക്ടർ പറഞ്ഞിരുന്നു എല്ലാ സാഹചര്യങ്ങളിലും ബെഡ് റെസ്റ്റ് ആവശ്യമില്ലെന്ന്. ഏതൊക്കെ അവസരങ്ങളിലാണ് ഈ ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കുന്നത് ഡോക്ടർ? അതെ, നമ്മൾ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നത് ബെഡ് റെസ്റ്റ് കൂടുതൽ നമുക്ക് അപകടങ്ങൾ, കൂടുതൽ ഉപദ്രവമാണ് ഉപകാരത്തെക്കാളും വരുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പറയും. ഇപ്പോൾ ഒരു പ്രഷ്യസ് പ്രഗ്നൻസി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ഉണ്ടായ ഒരു ഗർഭം, അപ്പൊ അതിനകത്ത് ബ്ലീഡിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും. പക്ഷെ എന്നാലും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറയത്തില്ല. നമ്മൾ എന്നാലും കാലും കൈയൊക്കെ അനക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അതേപോലെ യൂട്രസിന് സർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയും. ശക്തിയില്ലാതെ വരുന്ന ഒരവസ്ഥയിൽ ചിലപ്പോൾ മാസം തികയാതെ പ്രസവവേദന വരാനൊരു സാധ്യത ഉള്ളപ്പോൾ നമ്മൾ സാധാരണ അനങ്ങുന്നതിനേക്കാളും റെസ്റ്റ് എടുക്കണം എന്ന് പറയും. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അന്നേരവും നമ്മൾ നിർദ്ദേശിക്കുന്നില്ല. അത് ഗുണത്തെക്കാളും ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഈ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളും നോക്കേണ്ടി വരും. കഴിവതും നമ്മൾ അനങ്ങിക്കൊണ്ടിരിക്കണം. ആംബുലേഷനാണ് എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ ബെഡ് റെസ്റ്റ് ഉപദേശിക്കാറുള്ളത് പേഷ്യൻസിന്റെ അടുത്ത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, ഈ ഗർഭകാലയളവിൽ വരുന്ന ഷുഗർ, പ്രഷർ അതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ ഗർഭിണികൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതെ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പ്രഷർ പല സമയത്ത് വരെ ഓൾറെഡി പ്രഷർ ഉള്ള ഒരു സ്ത്രീ ആകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവർ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഗർഭത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ അത് മാറ്റണം. പിന്നെ ഗർഭത്തിൽ കഴിക്കാൻ പറ്റുന്ന മരുന്നുകൾ കൊടുത്ത് എപ്പോഴും പ്രഷർ കൺട്രോളിൽ നിർത്തണം. പിന്നീട് എല്ലാ ഈ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും BP നോക്കണം. നമ്മൾ പറഞ്ഞിരിക്കുന്ന നിശ്ചിത BPക്ക് താഴെ ആയിരിക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ നേരത്തെ BP ഉള്ളവർ ഉപ്പൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പറയും. 20 ആഴ്ച കഴിഞ്ഞുണ്ടാകുന്ന BP എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ സോൾട്ട് റെസ്ട്രിക്ഷൻ അതിന് വലിയ റോളില്ല, BP താഴെ കൊണ്ടുവരുന്നില്ല. അപ്പോൾ നമ്മൾ മരുന്നിനകത്താണ് കൂടുതൽ ശ്രദ്ധിക്കുക. മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണം. തരുന്ന മരുന്നുകൾ കറക്റ്റ് സമയത്തിന് കഴിക്കണം. ചിലപ്പോൾ നമുക്ക് ഒരു മരുന്നിൽ നിന്നില്ല എന്ന് വരും. അപ്പൊ നമ്മൾ ചിലപ്പോൾ 2 മരുന്നുകൾ ആഡ് ചെയ്യും. അപ്പൊ ഇതെല്ലാം കറക്റ്റായിട്ട് കഴിക്കണം. കഴിച്ചെങ്കിൽ മാത്രമേ അമ്മയുടെ ആരോഗ്യത്തിനും കുഴപ്പം വരാതിരിക്കും, കുട്ടിക്കും കുഴപ്പം വരാതിരിക്കും. അമ്മയുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഒരു BP ഉള്ള സ്ത്രീ ആകുമ്പോൾ നമ്മുടെ കണ്ണുകളെ, വൃക്കകളെ, കരളിനെ, ബ്രെയിനില് ഹെമറേജ് ഉണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള സങ്കീർണതകൾ പിന്നെ ഡെവലപ്പ് ചെയ്യാം. അതുകൊണ്ട് ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യാം.
കുട്ടിയെ സംബന്ധിച്ചിടത്തോളം BP ഉള്ള ഒരു സ്ത്രീയുടെ കുട്ടിയാകുമ്പോഴത്തേക്ക് അതിന് പ്ലാസന്റൽ രക്തോട്ടം കുറയാം. അപ്പം കുട്ടിക്ക് വളർച്ചക്കുറവും ഗർഭാവസ്ഥയിൽ തന്നെ കുട്ടിക്ക് ഹൃദയമെടുപ്പ് നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള സങ്കീർണമായ അവസ്ഥകൾ വന്നു ചേരാം. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യണം, കറക്റ്റ് ഭക്ഷണം, കറക്റ്റ് സമയത്തുള്ള ഭക്ഷണം, ചെറിയ വ്യായാമങ്ങൾ ഒക്കെ ചെയ്യണം. പ്രമേഹം സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ നേരത്തെ ഡെവലപ്പ് ചെയ്ത പ്രമേഹം ആണെങ്കിൽ, ഗർഭത്തിന് മുമ്പാണെങ്കിൽ നമ്മൾ ഓൾറെഡി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതിന്റെ കൂടെ തന്നെ റെഗുലർ ആയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും, ഷുഗർ കൺട്രോൾഡ് ആണോ ഇല്ലയോ എന്നറിയാൻ. അപ്പൊ അതനുസരിച്ചുള്ള മരുന്നുകൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യും, അത് കറക്റ്റ് ആയിട്ട് കഴിക്കണം. ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് ഒരു ഷുഗർ കണ്ടുപിടിക്കുന്ന ഒരാൾക്കാണെങ്കിൽ വ്യായാമവും ആഹാരക്രമത്തിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. പക്ഷെ അതിൽ നിന്നില്ലെങ്കിൽ നമുക്ക് മരുന്നുകളോ ചിലപ്പോൾ ഇൻസുലിനോ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പലർക്കും വിമുഖതയാണ്, അത് കുട്ടിക്കോ അമ്മയ്ക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. നേരെ മറിച്ചാണ് ഉണ്ടാക്കുമോ എന്നുള്ള സംശയം. അപ്പൊ നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. അത് എടുത്തില്ലെങ്കിലാണ് കുട്ടിക്കും അമ്മയ്ക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ കറക്റ്റായിട്ട് ഉറക്കം, വ്യായാമം, ഡോക്ടർ പറഞ്ഞു തരുന്ന ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ കറക്റ്റായിട്ട് മരുന്നുകൾ, ഇൻസുലിൻ ആണെങ്കിൽ ഇൻസുലിൻ, അല്ലെങ്കിൽ മരുന്നുകളാണെങ്കിൽ മരുന്നുകൾ യഥാസമയം കഴിക്കുക. ബാക്കി പറഞ്ഞതുപോലെ അപസ്മാരം, ആസ്മ ഇങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഡോക്ടർ ഇൻഹീലർ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്മയ്ക്ക് ഇൻഹീലർ എടുക്കുക. എപ്പിലെപ്സി ആണെങ്കിൽ, അതായത് അപസ്മാരമാണെങ്കിൽ അതിനുള്ള മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യാനുള്ള മരുന്നുകൾ പറയും. അതൊക്കെ കറക്റ്റായിട്ട് എടുക്കണം, അല്ലെങ്കിൽ സങ്കീർണതകൾ കൂടും. ഇതൊക്കെയാണ് ഗർഭിണികൾ സങ്കീർണതകളുള്ള ഗർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ശരി ഡോക്ടർ, മറ്റൊരു ചോദ്യം, ഈ പ്രസവം അടുക്കുന്തോറും എന്തെല്ലാം കാര്യങ്ങളാണ് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടത്? ഗർഭത്തിൽ മൊത്തത്തിൽ നമ്മൾ ഈ പറഞ്ഞതെല്ലാം ശ്രദ്ധിക്കുക. ഗർഭിണി പ്രസവത്തോട് അടുക്കുമ്പോൾ നമ്മൾ സാധാരണയായി ഹൈ റിസ്ക് ഒന്നും ഇല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓരോ ചിലപ്പോൾ 2 ആഴ്ച ഇടവിട്ട് വരാൻ പറയും. ആ സമയങ്ങളിലെല്ലാം വരാം. കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സ്കാനുകളെല്ലാം എടുത്ത്, സ്കാനെല്ലാം നോർമൽ ആണെങ്കിൽ ഡോക്ടർ പറയുന്ന സമയത്ത് വിസിറ്റ് ചെയ്താൽ മതി. ഇതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരിക, കോംപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ വയറുവേദന വരിക, വെള്ളം പൊട്ടിപ്പോവുക, അങ്ങനെയൊക്കെയുള്ള ബ്ലീഡിങ് ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പോയി ഡോക്ടറെ കാണുക. ഇല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന സമയങ്ങളിൽ എത്തുക എന്നുള്ളതാണ്. പിന്നീട് ഹൈ റിസ്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പേഷ്യന്റിനെ ഒരു ഹയർ സെന്ററിലോട്ട് റെഫർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവിടെ നേരത്തെ തന്നെ എത്തിച്ചേരണം. ഹൈ റിസ്ക് പ്രഗ്നൻസികളാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞതുപോലെ മരുന്നുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഡെലിവറി നമ്മൾ പ്ലാൻ ചെയ്യണം. അത് ചിലപ്പോൾ ഹയർ സെന്റേഴ്സിലാകാം. അപ്പൊ എപ്പം ഡെലിവറി വേണം എന്നുള്ളത് കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കാം, ഹൈ റിസ്ക് പ്രഗ്നൻസിയിലായാലും ഇതിനകത്തായാലും. അപ്പം അതിനനുസരിച്ച് പ്രസവത്തിനോടടുത്ത് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഡോക്ടർ, ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി കേസുകളിൽ ഈ സാധാരണ ഡെലിവറി സാധ്യമാണോ ഡോക്ടർ? അതെ, സാധാരണ ഡെലിവറിയാണ് നമ്മൾ എപ്പോഴും എയിം ചെയ്യേണ്ടത്. ഒരു ഗർഭിണി വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷനുകൾ, എല്ലാ ഹൈ റിസ്ക് പ്രഗ്നൻസിക്കും ഓപ്പറേഷൻ ചെയ്യണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടി വരും. അത് ഓപ്പറേഷൻ ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിലാണ്. ഉദാഹരണത്തിന് ഇപ്പം BP കൂടുതൽ ഉള്ള ഒരു സ്ത്രീ ഗർഭിണി ആയാൽ, BP കൺട്രോൾഡ് ആകാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയ്ക്ക് ജന്നി, ബ്രെയിനില് ബ്ലീഡിങ് ഇത്യാദിയൊക്കെ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ, അങ്ങനെ അൺകൺട്രോൾഡ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ കുട്ടിയെ പെട്ടെന്ന് പുറത്തെടുക്കുകയാണ്. അപ്പൊ കുട്ടിക്ക് മെച്യൂരിറ്റി വന്ന ഒരു സമയത്ത് നമ്മൾ ചിലപ്പോൾ നേരത്തെ കുട്ടിയെ പുറത്തെടുക്കേണ്ടി വരും. അപ്പം അന്നേരവും നമ്മൾ നോർമൽ ഡെലിവറി ആണ് ശ്രമിക്കാറ്. പക്ഷെ നോർമൽ ഡെലിവറി ഉടനെ തന്നെ സംഭവയോഗ്യമല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓപ്പറേഷന് ശ്രമിക്കേണ്ടി വരും. അപ്പം ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നുള്ള ഒരു കാരണം കൊണ്ട് നമ്മൾ ഓപ്പറേഷൻ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ വേറെ നമുക്ക് പെട്ടെന്ന് ഡെലിവറി ആകണം, അപ്പം സിസേറിയൻ അല്ലെങ്കിൽ ഓപ്പറേഷനുകളെ പറ്റൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം ഓപ്പറേഷൻ റിസോർട്ട് ചെയ്യും. അല്ലാതെ ഹൈ റിസ്ക് പ്രഗ്നൻസിക്കല്ല സിസേറിയൻ എന്നുള്ള ഒരു സംഗതിയല്ല. ശരി, വ്യക്തമാണ് ഡോക്ടർ. ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി കേസുകളിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ പ്രസവാനന്തരം എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? ഹൈ റിസ്ക് പ്രഗ്നൻസി നമ്മൾ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് എല്ലാം വരാം. ഇല്ലെങ്കിൽ അവർക്ക് ഗർഭസമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന പല കോംപ്ലിക്കേഷൻസും വരാം. അതായത് ബ്ലീഡിങ് അങ്ങനെയൊക്കെ വരാം. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ പ്രസവാനന്തരവും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യാം. തൈറോയ്ഡ് അസുഖം, ഇതൊക്കെ. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ്, ഇതെല്ലാം നോർമൽ ആക്കിയിട്ടാണ് സാധാരണ നമ്മൾ ഡിസ്ചാർജ് ചെയ്യാറ്. അപ്പൊ കുറച്ച് കൂടുതൽ ദിവസം ചിലപ്പോൾ
ഹോസ്പിറ്റൽ വാസം വേണ്ടി വന്നേക്കാം. അപ്പൊ അങ്ങനെ കിടന്ന് BP കൺട്രോൾഡ് ആക്കുക. BP നോർമൽ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ BP-യുടെ ഗുളികകൾ നിർത്താവുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ നിർത്തിവിടും. ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ വരുത്തി നമ്മൾ വീട്ടിൽ വിടും. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ അടുത്ത് നമ്മൾ വീട്ടിൽ ചെന്നാലും അടുത്തുള്ള ആശുപത്രിയിൽ ഇടയ്ക്ക് പോയി BP ചെക്ക് ചെയ്യാൻ നമ്മൾ പറയാറുണ്ട്. 6 ആഴ്ച കഴിഞ്ഞ് അവർ വരുമ്പോൾ നമ്മൾ വീണ്ടും BP ചെക്ക് ചെയ്യും. BP കൂടുതലാണെങ്കിൽ നമ്മൾ മിക്കവാറും ഗൈനക്കോളജിസ്റ്റിന്റെ മാത്രം ഒരു കോൺട്രിബ്യൂഷൻ പോരാ. അങ്ങനെയുള്ളപ്പോൾ ഫിസിഷ്യൻസോ അതിനുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് നമുക്ക് വിടേണ്ടി വരും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അങ്ങനെ റെഫർ ചെയ്യും. നോർമൽ ആണെങ്കിൽ കുഴപ്പമില്ല. നോർമൽ ആണെങ്കിൽ നമ്മൾ പിന്നെ അവരുടെ അടുത്ത് ഇടയ്ക്ക് BP നോക്കിക്കൊണ്ടിരിക്കാൻ പറയാം. അടുത്തൊരു ഗർഭം അവര് പ്ലാൻ ചെയ്യുന്നെങ്കിൽ അത് BP നോർമൽ ആയ ഒരു സമയത്ത് വേണം ചെയ്യാൻ എന്ന് പറയുക. അതിനു മുമ്പ് തന്നെ നമ്മൾ ഇതെല്ലാം നോർമൽ ആക്കണം. അതുപോലെ തന്നെ പ്രമേഹമുള്ള ഒരു പേഷ്യന്റ് അവർ വരുമ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞാലും നമ്മൾ ഷുഗറിന്റെ അളവുകൾ നോക്കുക. കൺട്രോൾഡ് അല്ലെങ്കിൽ ഈ മരുന്നുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറയും. വ്യക്തമാണ് ഡോക്ടർ. ഇന്നത്തെ ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. തിരുവനന്തപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ധന്യ ജി കൃഷ്ണനാണ് നമ്മളോടൊപ്പം ചേർന്നത്. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.